ഹലോ. എത്തി ചേട്ടാ. ഞാനിവിടെ എത്തി. 8:45 പണിക്കാരും വന്നിട്ടില്ലാന്ന്. ഇനി എപ്പോ വരുമെന്തോ. വരുമ്പോ വരട്ടെ, അല്ലാതെ ചെയ്യും. എന്താണ് സമയം നോക്ക് സാറേ, ബ്ലോക്ക് അല്ലേ? കൊച്ചിയിലെ ബ്ലോക്ക് സാറിന് അറിയാന്നല്ലേ? എന്നാ വേഗം നോക്ക്, കേറ്. സാർ പ്ലീസ് സാർ, ഈ ബാഗ് ഒന്ന് വെച്ചേ സാർ. ടൂൾസ് ആണ്, പയ്യെ വെക്കണം സാർ. സാർ ഞാനൊന്ന് ഫുഡ് കഴിച്ചിട്ട് ഇനി ഫുഡ് കഴിക്കാൻ പോണോ? അയ്യോ, ഒന്നും കഴിച്ചിട്ടില്ല സാർ. 9 മണി കഴിഞ്ഞു. സമയമല്ലല്ലോ സാർ പ്രധാനം, ജോലി എന്ന് ഞാനല്ലേ. സാറിന് കൃത്യസമയത്ത് ഞാൻ പണി തീർത്തു തരും, അത് പോരെ. സാർ ഒന്ന് പിടിക്കോ, ക്ലച്ച് ഒന്ന് പിടിക്കും പ്ലീസ്. എന്റെ ഷൂ ലൈസ് ആയി സാർ. ഓക്കെ പോരാ സാർ. കഴിച്ചിരുന്നോ? ഫുഡ് കഴിച്ചാൽ? ഞാനെല്ലാം കഴിച്ചു. ഞാൻ പോരാ സാർ. नमस्कार. ചേട്ടാ, ഈ ഡോറൊക്കെ ഒന്ന് അയച്ചു വെക്കണം കേട്ടോ. അതിനല്ല, പോളിഷ് ചെയ്യാ. സാറ് ഇതുവരെ ഓഫീസിൽ പോയില്ലേ? സമയമായല്ലോ. ഓഫീസിലേക്കൊക്കെ ഞാൻ പൊക്കോളാം. പണിക്കാർ ആരെങ്കിലും ഒരാളോട് വന്ന് കണ്ടിട്ടാണ് പോകാന്ന് വിചാരിച്ച് കയറിയതാണ്. എന്തായാലും വന്നല്ലോ, സമാധാനം. കേറ് കേറ്. Yeah, yeah. Yo, yo. Yeah, yeah. Yeah, yeah. Yo, yo. ഇതാ നിങ്ങളുടെ ടൂൾസ്. എല്ലാവരും വന്നിട്ടുണ്ട് മുകളിൽ. എത്രയും പെട്ടെന്ന് പണി തുടങ്ങുക, എന്നിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോവാൻ. സാർ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? എടിപിടി എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കില്ല. കഠിനാധ്വാനം ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ അധ്വാനം, അതായത് വാം അപ്പ് എക്സസൈസ്. ഇത് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് കൂൾ ഓഫ് ആക്കണം. നമ്മുടെ ബോഡി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഫ്രഷപ്പ് ചെയ്യണം, അതായത് വിശ്രമം. ഇതെല്ലാത്തിനും ഉള്ളതാണ്. സാറ് അറിയില്ലാത്തതുകൊണ്ട് സാറിന് ഇതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ധാരണ പിശകുള്ളതുകൊണ്ടാണ്. അതായത് നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത ഉടനെ അടുത്തുള്ളങ്ങ് ഓടിച്ചുകൊണ്ട് പോകരുത്. ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം, എന്നിട്ട് ഓടിച്ചു പോവുക. ഇല്ലെങ്കിൽ വണ്ടിക്ക് കേടാണ്. സാറിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, എനിക്കെങ്ങനെയാണ് ഇത്രയും വിവരമെന്ന്. ഇറ്റ്സ് നാച്ചുറൽ സാർ. ഇത് തന്നെയാണ് ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾക്കും വേണം വിശ്രമം. അതെ, അടുത്ത മാസം ആദ്യമാണ് എന്റെ ഹൗസ് വാമിങ്. എനിക്ക് എത്രയും പെട്ടെന്ന് പണി തീർക്കണം. നിങ്ങൾ ദയവ് ചെയ്ത് അതൊന്ന് തീർത്തതാ. ഷുവറായിട്ട് ഞാൻ തീർത്തു തരും. അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം എനിക്ക് ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരു ശീലമുണ്ട്. ഓക്കെ, ഞാൻ അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് ഭക്ഷണം, പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് ഉറക്കം, അങ്ങനെയല്ലേ? അതല്ലേ ശീലം? യു ആർ ഗ്രേറ്റ്. എന്നാ വേഗം നോക്ക് ചെല്ലേ. ഡ്രസ് ചേഞ്ച് ചെയ്യണം. ചെന്നാട്ടെ. காலங்களில் அவள் வசந்தம், கலைகளிலே அவள் ஓவியம், மாதங்களில் அவள் மலர்களிலே அவள் மலர்கள், காலங்களில் அவள் வசந்தம். എന്താ പണി ഏതുവരെയായി? ഇത് പെട്ടെന്ന് തീർത്ത് തന്ന വലിയ ഉപകാരമാണ്. എന്താ വേഗം തീർക്കാൻ ബിരിയാണി തിന്നാ? അതിനുള്ള പണിയല്ലേ ഇപ്പൊ ഇവിടെ നടക്കുന്ന ആൾക്കാർ പണിയെടുക്കണാണ്. എന്താന്ന് വെറും ഈ ഒരപ്പും തേപ്പും മാത്രമേ നടക്കണ്ടൂ, പണി നടക്കണ്ടേ? അത് നിങ്ങൾ പറയണ്ട. അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മ്യൂസിയം പണിയല്ല, ഇത് കൈപ്പണിയാണ്.
കൈപ്പണിയും മ്യൂസിയം പണിയും വ്യത്യാസമുണ്ട്. അതിപ്പോ എത്ര കാലങ്ങളെ കൊച്ചുമക്കളുടെ കാലത്തും ഈ മുതൽ അവിടെ ഇരിക്കും. എന്താ പ്രശ്നം വെച്ചാലേ അടുത്ത മാസം ആദ്യം ഹൗസ് വാമിംഗ് ആണ്. ആ അതുകൂടി മനസ്സിലുണ്ടാവണം നിങ്ങൾ പണിയെടുക്കുമ്പോ. നിങ്ങൾ പറഞ്ഞ ഡേറ്റിന് മുമ്പ് പണി തീർത്ത് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും. ഞാനിപ്പോ വേറെ കാര്യം പറഞ്ഞ എന്താ, ഈ പണി വേഗം നടക്കണമെങ്കിൽ പണി അറിയണ ഒരു രണ്ടാളെ കൂടെ കൂടെ കൂട്ടും. അതായത് ഈ വയസ്സായ ആൾക്കാർ കണ്ണും കിടപ്പില്ലാതെ പിന്നെ മന്ദന്മാരാണ്. രണ്ടാൾക്കാർ നല്ല ആൾക്കാർ. നിങ്ങൾ ആജാതി വർത്താനം പറയുന്നത് കാലം കുറെ ആയിട്ടുള്ള ആൾക്കാരാണ് അവരൊക്കെ. അവര് ആശേരി പണിക്ക് വന്നിട്ടില്ല എന്നല്ലോ. അവരിപ്പോ ഒരു മാസമായിട്ടുള്ള വന്നിട്ട് വർഷത്രായി അവരൊക്കെ ജനിച്ചിട്ട്. നിങ്ങൾ ആജാതി വർത്താനം പറയരുത്. അതൊക്കെ നമ്മൾ അതിന് പറ്റിയ ആൾക്കാരനല്ലേ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ടാലും ഇല്ലേ ഒരു ലുക്ക് ഒരു നിങ്ങൾ വെറുതെ ബേജാറ് കൂട്ടാൻ നിങ്ങൾ എന്തിനെ പേടിക്കണം. നിങ്ങൾ പറഞ്ഞ ഡേറ്റിന് മുമ്പ് നിങ്ങളുടെ പണി ഞങ്ങൾ തീർക്കും. അത് നിങ്ങൾ തീർക്കും. പിന്നെന്താണ്? ശരി, വേഗം നോക്കി. ആയിക്കോട്ടെ, നോക്കുന്നുണ്ട്. അതെ, നിങ്ങൾ ആ പെൻസിലും കുത്തി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഇവിടെ ഒരു മാസമായി ഇപ്പൊ നിങ്ങൾ ഈ പണിക്ക് വന്നിട്ട് ഇപ്പോഴും ആ പെൻസിലിന്റെ മുന ചെത്തുക, അതുകൊണ്ട് വരക്കുക എന്നല്ലാണ്ട് ഒരു പണി നിങ്ങൾ ചെയ്യില്ല. പെൻസിൽ കൊള്ളൂലെന്ന്. പെൻസിൽ കൊള്ളൂല. എന്താ പെൻസിലോണ്ടാ വാതിൽ വെക്കണ്? ഒടിഞ്ഞൊടിഞ്ഞു പോണി. ഞാൻ അത് ഒടിഞ്ഞോട്ട് നിങ്ങളെ ആവുമ്പോ കിടന്ന് കെട്ടിത്തിരിയാണ്ട് വേറെന്തെങ്കിലും സാധനം എടുത്ത് പണി. നീ അതിലെങ്ങനെ വെച്ചുരയ്ക്കണം, നേരെ ഇതിലെന്തെങ്കിലും വെച്ചുരയ്ക്കടാ. എന്റെ സുഹൃത്തായിട്ട് ഒരു SMS വന്നത് നോക്കിയതല്ലേ, ഞാനല്ലേ ഇത് മുഴുവൻ വരച്ചിട്ടത്. എന്തായി, എല്ലാരും എത്തിയില്ലേ? ഞങ്ങളെല്ലാവരും എത്തി. എപ്പാ പണി തുടങ്ങി വെച്ചാൽ എന്തായി പണി? ഈ മരത്തിന്റെ പണി, ഈ പോളിഷ് പണിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എത്ര പണി എടുത്താലും പണി എടുത്തു എന്ന് തോന്നില്ല. ഞങ്ങളെ ഈ പേപ്പർ വെച്ച് ഇങ്ങനെ ഒരച്ചൊരച്ച് ഇതിനെ പട്ടുപോലെ ആക്കും. എന്താണ് പരിപാലിച്ചിരിക്കണല്ലോ? അത് ഞങ്ങൾ ഒരു പേപ്പറിൽ വെച്ചുള്ളൂ. ഇതുപോലെ 4-5 സൈസ് പേപ്പർ വെച്ച് ഇങ്ങനെ ഒരയ്ക്കണം. അങ്ങനെ ഒരച്ച് കഴിഞ്ഞാലാണ് ഇത് ഫിനിഷിംഗ് ആവുക. നമുക്കിതിന്റെ ഫിനിഷിങ്ങിന് ലാസ്റ്റ് മെലാമിൻ അടിക്കാം. നമുക്ക് മെലാമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിച്ചു കഴിഞ്ഞാൽ BMW കാറ് കഴുകിയിട്ട ഫിനിഷിംഗ് ഉണ്ടാവും. പിന്നെ ഒരു കേടും വരില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് എത്ര ലിറ്റർ വേണ്ടി വരും? അതിപ്പോ കാര്യജാതാ, നമുക്ക് മൊത്തം എത്ര ലിറ്റർ കൊണ്ടുവരും? ഡോറും വാതിലും ജനലും ഒക്കെ കൂടി എത്ര വേണ്ടി വരും ചേട്ടാ? എത്ര വേണ്ടി? ഒരു 45 ലിറ്റർ വേണ്ടി വരും. അത് വാങ്ങിക്കാം. നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് എത്രയും പെട്ടെന്ന് ആ പണി ഒന്ന് തീർക്കും. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് പണി തീർക്കാൻ പറ്റില്ല. പണി എടുക്കുമ്പോൾ അതിന്റെ രീതിയിൽ തന്നെ. പിന്നെ ഈ വീടിന്റെ പണി കണ്ടിട്ട് വേണ്ട ഞങ്ങൾക്ക് വേറൊരു പണി കിട്ടാൻ. സുഗത, അടുത്ത മാസം ആദ്യം ഹൗസ് വാമിംഗ് ആണ്. അതാണ് ഞാൻ പറയണത്. താമസിച്ചോന്നേ, ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു റൂം വന്നാൽ പോലെ ഞങ്ങൾ പണി തീർത്തിട്ടേ പോകുള്ളൂ. കൂടിയിരിക്കലിന്റെ മുമ്പ് ഞങ്ങൾ പണി തീർത്തേക്കാം. ശരി, വേഗം നോക്ക്. സാറ് ധൈര്യമായിട്ട് പോയി. എടോ, താൻ എന്തിനാടോ വെറുതെ ഇരിക്കണത്? സർ, വെറുതെ ഇരിക്കുന്നതല്ല. 1 മണിക്കൂറായിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. കറണ്ട് പോയി, മെഷീൻ ഒന്ന് ഫോമായി വന്നപ്പോ കറണ്ട് പോയി. എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ 1 മണിക്കൂറായിട്ട് താനിവിടെ വെറുതെ ഇരിക്കണോ? എന്താ ചെയ്യാൻ പറ്റുക സാർ? സാർ വിചാരിക്കുന്ന പോലെ ഇത്ര ഈസിയുള്ള വർക്കൊന്നും അല്ല ഇത്. ഞങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുന്ന വർക്കാണ്. എനിക്ക് അടുത്ത മാസം ആദ്യം എന്റെ ഹൗസ് വാമിങ്ങിനുള്ളതാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ പണി ഒന്ന് തീർത്ത് തരണം എനിക്ക്. സാർ, എൻ്റെ ഗ്രാൻഡ് പാ, ഗ്രാൻഡ് മാ, മൈ ഫാദർ, മദർ എല്ലാവരും നേച്ചറുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. എൻ്റെ ഫാദറിന്റെ ജോലി എന്താ സാറിനറിയോ? മൈ ഫാദർ ഈസ് എലിഫന്റ് റൈഡർ. ആനപ്പാപ്പനാണ് അദ്ദേഹം. അദ്ദേഹം എപ്പോഴും പറയും, ഞങ്ങളുടെ ഈ വർക്ക് കണ്ടിട്ട് വേണം മറ്റുള്ളവർ ഞങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട്. നേച്ചറുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പീപ്പിൾസ് ആണ് ഞങ്ങൾ. യുനോ, എപ്പോഴും പുള്ളി വന്നിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിക്കുകയാണ്. ഓഫീസിലെത്തിയോ? എന്താ മണ്ടു നീ പറയുന്നത്? ഞാൻ ഇപ്പോഴും നമ്മുടെ വീട് പണിയുന്ന സ്ഥലത്താ. ഇനി ഇവിടുന്ന് 10-15 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട്, ആ ബ്ലോക്കിലൂടെ വണ്ടി ഓടിച്ചിട്ട് വേണം എനിക്ക് ഓഫീസിലെത്താൻ. ഇതെന്താ ഈ പറയണേ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ പോയിട്ട്. മണ്ടു, നിനക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാലല്ലേ അവർക്ക് പണി തുടങ്ങാൻ പറ്റൂ. എടീ, ലോണ് നമ്മൾ അടച്ചോണ്ടിരിക്കല്ലേ. ഇവിടെ ഇപ്പൊ കരണ്ടും പോയി. അപ്പൊ ലഞ്ചൊന്നും കഴിക്കണ്ടേ? ഇങ്ങോട്ട് വരുമോ? എനിക്കാകെ പ്രാന്താവുന്നുണ്ട്. രാവിലെ മുതൽ പട്ടിണിയാണ്, വിശന്നിട്ടും വയ്യ. അതന്ന് ഞാൻ വന്നപ്പോൾ നീ പറയണമായിരുന്നു എന്നോട്. അപ്പോൾ ഞാൻ വാങ്ങിച്ചു തരില്ലായിരുന്നു. ഇപ്പോഴാണോ പറയുന്നത്? തരാം. ലോലിത, സാർ, പവർ വന്നിട്ടില്ല. പവർ ഇല്ലാതെ എങ്ങനെയാണ് മെഷീൻസ് വർക്ക് ചെയ്യുന്നത്? ഞങ്ങൾക്ക് ഇങ്ങനെ അവിടെ മേളിലിരുന്ന് ചുറ്റി കൊണ്ട് തട്ടുന്ന പണിയൊന്നും അറിയില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ പണി ഒന്ന് തീർത്തത്. അടുത്ത മാസം എനിക്ക് വീടിരിക്കാനാണ്. സാർ, പവർ വന്നു കഴിഞ്ഞാല് ഈ ബ്ലൈഡിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നു, എറാൾഡിട്ട് ഒട്ടിക്കുന്നു, കബോർഡ് റെഡി. ഞാൻ ആ ഇലക്ട്രിസിറ്റി ഓഫീസിൽ വിളിച്ചിട്ട് കറണ്ട് എപ്പോ വരും ചോദിക്കാം. ചോദിക്കും സാർ.
ആ KCB അല്ലേ? ഈ തൃപ്പൂണിത്തുറ ഭാഗത്തൊന്നും കറണ്ട് ഇല്ലല്ലോ. എപ്പോ വരും? ഓ, എന്ത് പറഞ്ഞു സാർ? കറണ്ട് 5 മണിക്ക് വരുമെന്ന്. ഹലോ, അതെ ഇതിനകത്ത് ഇത് നേരം വെളുക്കുമ്പോ തന്നല്ലേ നിങ്ങളതില് ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവൂല. അത് അതിന്റെ പൊടി പോണ്ടേ? ഇപ്പൊ നിങ്ങൾ അങ്ങനെ ഇങ്ങനെ കണ്ട് ഉറച്ചാൽ ഇത് അങ്ങോട്ട് തേഞ്ഞ് പോയാൽ പിന്നെ ഈ കൊത്തി ഉണ്ടാക്കിയൊന്നും കാണൂല. അതെ ശരിയേ, ആ ഇതിപ്പോ അടുത്ത കാലത്തെങ്ങാനും തീരുവോ? എന്താ അങ്ങനെ ചോദിക്കണത്? ഞാനിപ്പോ ആലോചിക്കാം, ആ മലേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണ ഫർണിച്ചർ മാത്രം ഉപയോഗിച്ചാൽ മതിയായിരുന്നു. എന്ത് വർത്താനം നിങ്ങള് പറഞ്ഞത്? ആ നന്നായിണ്ട്. നമ്മുടെ നാടൻ തേക്ക് നല്ല അസല കാതല്, അതിന്റെ ഒപ്പത്തോ ഈ വരവ് മരങ്ങള്. എന്തെങ്കിലും ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാം. അടുത്ത മാസം ആദ്യമല്ലേ ഹൗസ് വാമിങ്. അതന്നെ നിങ്ങൾ അതിന് ഈ കാര്യങ്ങൾ ചെയ്യണതിന്റെ ഇടയിൽ കയറി വന്നിട്ട് നിങ്ങൾ അത് ശരിയല്ല അത് ശരിയല്ല പറഞ്ഞ പണി നടക്കുവോ? അതാ പറഞ്ഞത്. നല്ല സംഗതി നമ്മുടെ നാടൻ മരത്തിന്റെ മാതിരി വരച്ചിട്ട് കുറിച്ചിട്ട് ഇരിക്കുകയാണെന്ന്. അല്ല, അതൊക്കെ അതിന്റെ അരിക് ചെച്ച് ശരിയാക്കാനുള്ളതാണ്. പെൻസിൽ വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അത് അല്ല വാർക്ക പണിയല്ല. ഇത് മരല്ലേ, ഒരു കഷ്ണം അങ്ങോട്ട് അതായ പിന്നെ ജോയിന്റ് ശരിയാവൂല. നാടൻ മരത്തിന്റെ ഗുണം വേറെ ഒന്നിനും ഇല്ല കേട്ടോ. ആ അല്ല പണിതോട്ടെ അതൊക്കെ ഒന്ന് ശരിക്ക് ചെത്തി ശരിയാക്ക്. ഇതേ ഈ ആൾക്കാർ വരുമ്പോ നിങ്ങൾ ഇങ്ങനെ വരക്കണതും ഇതൊക്കെ മാറ്റിയിട്ട് ഇത്തിരി അധ്വാനുള്ള പണി എന്തെങ്കിലും ചെയ്തു വിടണം നിങ്ങൾക്ക്. സാർ പോയി ഊണ് കഴിച്ചിട്ട് വരും സാർ. അപ്പോഴേക്ക് കറണ്ട് വരും. ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ ചെല്ലുമ്പോൾ അവിടെ നല്ലൊരു ഹോട്ടലുണ്ട്, അവിടെ നിന്ന് ഊണ് കഴിച്ചാൽ മതി. എന്താ ബിരിയാണിയാ? അതെ സാർ പോയി ഊണ് കഴിച്ചിട്ട് വരും. ശരി സാർ, ഇങ്ങനെ ഫെഡപ്പ് ആവേണ്ടതിന്റെ യാതൊരു ആവശ്യമില്ല കേട്ടോ സാർ. ഞങ്ങൾ പരമാവധി ടൈം എടുത്ത് അത് തീർത്ത് തരും. ഇതെന്റെ പ്ലഡ്ജാണ് കേട്ടോ സാർ. സോ ഇറിറ്റേറ്റിംഗ്. ശരി ശരി മുത്തശ്ശേരി. ആ ഏട്ടാ ഊണ് കഴിച്ചോ? എന്റെ മണ്ടു, നീ ഈ കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എനിക്കിപ്പോ വിശപ്പില്ല, ദാഹമില്ല. നീ ഈ വീട് പണി കഴിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴിപാട് കഴിക്ക്. അടുത്ത മാസം ഹൗസ് വാമിംഗ് അല്ലേ? ഇത് ഞാൻ ആകെ പ്രാന്ത് പിടിച്ച് നിൽക്കണം. ഞാൻ ഫോൺ വെച്ചേ. ഓ സാർ, ഇത്ര പെട്ടെന്ന് എത്തിയോ? മീൽസ് കഴിച്ചില്ലേ? മീൽസ് ഒന്നും കഴിച്ചില്ല. അടുത്ത മാസം തന്നെ എന്റെ ഹൗസ് വാമിംഗ് നടത്തണം. നിങ്ങളെ കൊണ്ട് അപ്പോഴത്തേന് ഈ പണി ഒന്ന് തീർപ്പിക്കണം. അതാണ്. സാർ ആദ്യമായിട്ടാണ് വീട് പണിയുന്നതെന്ന് തോന്നുന്നു. അല്ലാതെ പിന്നെ എനിക്ക് വീടുണ്ടാക്കി വിൽക്കലാണോ പണി? അല്ലല്ലോ. സാറിന് ഇതൊന്നും അറിയില്ല. ഇപ്പൊ ലഞ്ച് ബ്രേക്ക് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് എല്ലാരും പണി തുടങ്ങുള്ളൂ. സാറ് ഊണൊക്കെ കഴിച്ച ഒരു 2-2:45 വന്നാൽ മതിയായിരുന്നു. ടയർഡാണെങ്കിൽ സാർ കിടന്നോളൂ. ഈ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് നല്ല കാറ്റുണ്ട്. കിടന്നോളൂ സാർ. സാർ, എന്റെ ഹെഡ്ഫോൺ അവിടെ ഉണ്ട്, ഒന്ന് മാറ്റി വെച്ചേക്കണേ സാർ. ആ ടൂൾസിന്റെ ബാഗിന്റെ മുകളിലായിട്ട്. ശരി, അരമണിക്കൂർ വൈകിട്ടല്ലേ മുട്ടി നിർത്തലോ. ആ മുട്ട് കേട്ടുള്ള സന്തോഷം കൊണ്ട് വരിക. അല്ലല്ല ഞാനേ ഞാൻ ഇങ്ങടൊക്കെ വിചാരം ഞങ്ങൾ ഇവിടെ ഒന്നും പണിയല്ലാന്നാ.
ഇവിടെ എന്താ ഇവിടെ പണി നടക്കുന്നത് നിങ്ങൾ വല്ല അറിയണ്ടോ? അറിയാലോ. അതെ അറിയാണ്ടൊന്നല്ല ഇപ്പൊ ഇതൊക്കെ ഇവിടെ തകൃതിയിൽ നിങ്ങളൊക്കെ ഉസാറിൽ ഇവിടെ പണി നടക്കണേ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പണിക്ക് അതിന്റെ ഒരു മരങ്ങൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പൊ ഒരു മരങ്ങൾ ഇപ്പൊ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പറയണ ഒരു മരം, ആ മരം ഏത് ജാതി മരാന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ പണിയാനായിട്ട്. ഈ ഉള്ളി പിടിക്കണ ജാതി മരാണോ അതല്ലാത്ത മരാണോ? ഒരു തേക്ക് വളർന്ന് വലുതായി ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് പണിത്തരാക്കി തരണച്ചാ അത് എത്ര വർഷം കഴിഞ്ഞിട്ട് അറിയോ നിങ്ങൾക്ക്? അതെ, തേക്ക് മൂത്തിട്ടാണല്ലോ. ഒരു തേക്ക് മരം നമുക്ക് ഒരു ഉരുപ്പിടി ആക്കും വിധത്തിൽ വളർന്ന് വലുതായി വരണച്ചാ 10-30 വർഷം എടുക്കും ചുരുങ്ങിയത്. തേക്കും കായ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതിന്റെ വിത്ത് കണ്ടിട്ടുണ്ടോ? ആ വിത്ത് മണ്ണിൽ വീണ് അത് ചില എല്ലാ കായും പൊട്ടി മുളച്ചൊന്നും വരില്ല. അതിന് ചില ഇനങ്ങളുണ്ട്. അത് മണ്ണിൽ വീണ് അതിന്റെ മുകളിൽ വേറൊരു പാടം, അതിന്റെ മുകളിലുള്ള ഒരു തോല് അത് ആദ്യം പോണം. ഇങ്ങനെ പ്രസംഗിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കുടുംബത്തിൽ സാധനം പണിയുമ്പോ അത് എന്താണ്, ഏതാണ്, എവിടുന്ന് വന്നു, എന്താണ് അതിന്റെ ഒക്കെ ആ ഒരു രീതികൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണോ? അല്ല അതാ പറയണതേ. വെറുതെ നമ്മൾ ഇതിലും ഇത് ആക്കിയിട്ട് കാര്യമില്ല. അല്ല 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 അത് പിടിച്ചു കൊടുക്ക, അത് മരം പിടിച്ചു കൊടുക്കണോ? വേഗം വേഗം പറഞ്ഞോളി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതെ നിങ്ങൾ പോയി വരുമ്പോ ആ ചായ ഇത് നിങ്ങൾ കൊണ്ടേ. അല്ല പറയാണ് ആ പരിപ്പോട വേണ്ട ഇഞ്ഞിട്ടോ, 3 ദിവസമായി പരിപ്പോട. ഇനി കുറച്ച് പഴംപൊരിയോ അല്ലെങ്കിൽ അങ്ങനത്തെ. സാർ പോവാണോ? അതെ പോവാണ് സാർ ഒരു 2mm 3 ബിറ്റ് വേണം. ബിറ്റോ? അതെ, അത് ഡ്രില്ലറിന്റെ അറ്റത്ത് ഇങ്ങനെ വെക്കുന്നു, എന്നിട്ട് വോളിലേക്ക് വെക്കുന്നു, എന്നിട്ട് പ്രസ് ചെയ്യുന്നു, തുള വീണു, പണി കഴിഞ്ഞു, ഈസി. ശരി സാറ് പോകുന്നതിന് മുമ്പ് മേളിലുള്ളവർക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു വെക്കൂ, അല്ലെങ്കിൽ സാർ പിന്നെയും പോകേണ്ടി വരും. സാർ പവർ എന്താണ് സാർ വരാത്തത്? പവർ ടൗണ് വരുന്ന പോവാണ്. ഇനി നിങ്ങൾക്ക് വല്ല സാധനം വാങ്ങിക്കണം എന്നൊക്കെ പറ. ഒരു 50 ഗ്രാം ഈ മുള്ളാണി, അത് വേണം. പിന്നെ ഒരു 50 ഗ്രാം ആ മെഴുക് മേടിക്കണം. പിന്നെ ഈ മൂലരല്ലേ നമ്മുടെ ഈ വാളിന്റെ പല്ല് പോയില്ല, മൂലര ഉണ്ടാക്കണം. അതാണ് മേടിച്ചത്. അതിനാണല്ലോ എനിക്കിപ്പോ പറയാം. മതി മതി, ഇനി അതിൽ തൊട്ടിരിക്കണ്ട, അതൊക്കെ എടുത്തു വെക്കാൻ നോക്ക്. കയ്യൊക്കെ കഴുകി വൃത്തിയാക്കാനുള്ളല്ലോ, അതൊക്കെ എടുത്തു വെക്കാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കണം പറഞ്ഞോ, ഞാൻ ടൗണിൽ പോകുന്നുണ്ട്. പിന്നെ ഒരു 5 കിലോ കോട്ടൺ വേണം, ഒരു 2 ലിറ്റർ ടർപ്പന്റ്. പൊന്ന് ചങ്ങാതി, 5 കിലോ കോട്ടൺ 2 ദിവസം മുമ്പേ വാങ്ങിച്ചത്. സാറേ ഇത് ഈ 2 നേരം ഞങ്ങൾക്ക് കൈ കഴുകി കോട്ടൺ കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം പോവാൻ. ശരി ശരി. വേറെ എന്തെങ്കിലും വാങ്ങിക്കണ്ടോ? പത്രം വേണം, ന്യൂസ് പേപ്പർ, ഗ്ലാസ്സിൽ ഒട്ടിക്കാനേ. അതൊരു 5 കിലോ പത്രം മേടിച്ചോളൂ, ആ ഗ്ലാസ്സിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടിട്ട്. അത് വേഗം മേടിച്ചിട്ട് വരും. കാറ് ചേട്ടാ, അവിടെ ഒരു കാറ് കിടന്നിരുന്നു, കാറ് കാണാനില്ല. അരമണിക്കൂർ മുമ്പ് ട്രാഫിക് പോലീസിന്റെ പിക്കപ്പാൻ വന്ന് ഒരു സെൻ പൊക്കി കൊണ്ടുവന്നുണ്ടോ? അയ്യോ, എന്റെ കാറ്. നന്നായിരിക്കും. എനിക്ക് തോന്നുന്നു അവര് കുറെ സമയം ഇവിടെ വെയിറ്റ് ചെയ്തു. സാർ എവിടെ പോയതാ? ഞാൻ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയാണ് തിരിഞ്ഞതാണെന്നേ. അപ്പൊ ഈ ട്രാഫിക് പോലീസിന്റെ അത് എവിടെയാണ്? അതിവിടെ അടുത്താ. ഞാൻ വേണമെങ്കിൽ സാറിനോട് കൊണ്ടുവിടാം. ഒന്ന് കൊണ്ടുവിടുന്നു. ഓക്കെ, വരും. സാറേ എന്റെ കാർ അവിടെ താഴെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ സിറ്റിയിലെ നോ പാർക്കിംഗ് എന്നുള്ള ബോർഡിന് താഴെ എന്റെ കാറ് പാർക്ക് ചെയ്തിരുന്നു സാർ. എവിടെ? സിറ്റിയിലെ നോ പാർക്കിംഗ് എഴുതിയ ബോർഡിന് താഴെ ഞാൻ എന്റെ കാറ് പാർക്ക് ചെയ്തിരുന്നു. ഞാൻ കടയിൽ നിന്ന് പെട്ടെന്നൊരു സാധനം വാങ്ങിച്ചിട്ട് തിരിച്ചു വരാലെന്ന് വിചാരിച്ച് പാർക്ക് ചെയ്തതാണ്. ഞാൻ ചാവി കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ എടുത്തിട്ട് പോക്കട്ടെ സാർ. 1.5 മണിക്കൂർ ഞങ്ങളൊരു 8-10 പോലീസുകാർ കഷ്ടപ്പെട്ട് അതിനെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നതേ. താൻ താക്കോലും കൊണ്ട് വരുമ്പോ ഉടനെ അങ്ങ് തരാനല്ല. ഇരിക്കും സാർ, ഞാൻ കുറച്ച് ആണി വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. എന്റെ വീട് പണി നടക്കുകയാണ്. അപ്പോൾ അടുത്ത മാസമാണ് ഹൗസ് വാമിങ്. സാറ് ദയവ് ചെയ്ത് എന്നെ സഹായിക്കണം. തന്റെ ഹൗസ് വാമിങ്ങിന് ഞാൻ സംഭാവന തരണം. സംഭാവന തരണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. സാർ ആ കാറൊന്ന് വിട്ടു തന്നാൽ. എടോ, സർക്കാരിന്റെ ട്രാഫിക് നിയമങ്ങളും ഋഷിരാജ് സിംഗ് സാറിന്റെ ട്രാഫിക് പരിഷ്കാരങ്ങളൊക്കെ തനിക്കറിയാമോ? ഇത് ഏത് സെക്ഷനിൽ പെടുമെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം.
ആ സെക്ഷൻ 283 IPC 120B മനുഷ്യജീവനും സഞ്ചാരത്തിനും ഹാനിയാകുന്ന രീതിയിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. നിയമ നടപടിക്ക് സാധ്യതയുണ്ട്. ഏതാ നിങ്ങളുടെ കാറ്? സെന്ന്. ഇത് തന്നെയാണല്ലോ. അതെ, ഞങ്ങളുടെ ക്രെയിൻ ഉപയോഗിച്ച് നിങ്ങളുടെ വണ്ടി പൊക്കിക്കൊണ്ട് വരുന്നതാ. ഇത് നിയമ നടപടിക്ക് സാധ്യതയുണ്ട്. സാറേ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പിഴ അടച്ചാൽ മതി. നോ പാർക്കിംഗ് ചാർജ് 500, പിന്നെ റിക്കവറി ചാർജ് 400, മൊത്തം 900 രൂപ. അത് ഞാൻ അടയ്ക്കാം സാർ, അത് ഞാൻ അടയ്ക്കാം. അടയ്ക്കാം, പിഴ അടയ്ക്കാം. ഈ പിഴ അടയ്ക്കേണ്ടത് TR 5 റെസിപ്റ്റിലാണ്. അത് നമ്മുടെ സർക്കിൾ സാറിന്റെ കയ്യിലാണ്. സാറാണെങ്കിൽ നമ്മുടെ എടപ്പള്ളിയിലെ ട്രാഫിക് ബ്ലോക്ക് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. സാറ് വരാൻ വൈകും. താൻ പോയിട്ട് നാളെ കാലത്ത് വാ. അയ്യോ സാർ, അത് അല്ല, ഞങ്ങളിവിടെ 24 hours ഡ്യൂട്ടിയിലാണല്ലോ. 24 മണിക്കൂർ കഴിഞ്ഞ കേസ് കോടതിയിലേക്ക് വിടുകയുള്ളൂ. പിന്നെ അവിടെ ചെന്നാൽ 5000 രൂപ പിഴ ഉണ്ടാവും. അതൊക്കെ തന്റെ ഭാഗ്യം പോലെ ഇരിക്കും. താൻ പോയിട്ട് നാളെ ഞങ്ങള് റെസിഡൻസ് അസോസിയേഷൻ്റെ ഇത് ഫ്യൂഷൻ. അതെന്താ ആരും പണിയുന്നില്ല? എന്താ എല്ലാവരും വെറുതെ ഇരിക്കുന്നത്? സാറെ കട്ടിയുള്ളതൊക്കെ ഞാൻ കട്ട് ചെയ്തു, പക്ഷെ ബിട്ടെവിടെ? 4 മണിക്കൂറായി ഞാൻ സാറിന് വെയിറ്റ് ചെയ്യുന്നു. ശരി, അപ്പൊ നിങ്ങൾക്കോ? സാറ് ഞാൻ 5 കിലോ കോട്ടൺ തുണി കൊണ്ടുവരാൻ പറഞ്ഞല്ലേ. കോട്ടൺ വേസ്റ്റ് കിട്ടിയാലല്ലേ പണി കഴിഞ്ഞാൽ കൈ വൃത്തിയാക്കി ഭക്ഷണം കഴിക്കാൻ പറ്റൂ. അതില്ലാത്തോണ്ട് ആരും നിങ്ങൾ നിൽക്കില്ല. നിങ്ങൾക്ക് ഒരു കോട്ടൺ തുണി ഇവിടെ പോയിട്ട് വാങ്ങിച്ചാൽ പോലെ ഇവിടെ കിട്ടുമല്ലോ. നിങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ കാത്തുന്നത്. മൂത്താശാരി, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇത്തിരി മുള്ളാനി ചോദിച്ചിട്ട് ഇന്നലെ പറഞ്ഞല്ലേ ഞങ്ങളോട് ഈ ദിവസം വരുമ്പോൾ ആ സാധനം കൊണ്ടുവന്നില്ല. ഇത് കൊണ്ടുവന്നെങ്കിൽ ഇപ്പൊ പണി കഴിഞ്ഞ് ഞങ്ങൾ കുടുംബത്ത് കൊണ്ട സമയം കഴിഞ്ഞു. മൂത്താശാരി, നിങ്ങൾ വരണ സമയത്ത് നിങ്ങൾക്ക് ആ കടയിൽ കയറിയിട്ട് ഒരു 100 മുള്ളാണി മേടിച്ചിട്ട് തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നിങ്ങൾ മേടിച്ച് കൊണ്ടുവന്നിട്ടല്ലേ ഇപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞേ. നിങ്ങൾ കഴിച്ചേ വീട്ടിനറിയോ ഒരൊറ്റ കൊണ്ടുപോകുന്നു. ഹലോ